ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. ദേവനാരായണൻ തിരുമേനി സിഐയോട് പറയാം, അമിതമായ ലാഭം എടുക്കാതെ ജീവിച്ചു പോകാനുള്ളൊരു മാർഗം മാത്രമാണ് എൻ്റെ മക്കൾ ചെയ്തത്. അപ്പോഴത് ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമോ സാറേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാറിന് തന്നെ മനസ്സിലാവുമല്ലോ. സിഐ ഉടനെ പറയുക, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? എവിടെ നോക്കിയാലും വീട്ടിലൂണെന്നേ കാണാറുള്ളൂ. ഇത്രയും കടകൾ ഒന്നിച്ചാണ് ഇവിടെ ഏതെങ്കിലും വീട്ടിൽ ഭക്ഷണം വെക്കുന്നുണ്ടാവും. ഇതിപ്പോ ആർക്കും ഇറങ്ങിത്തിരിക്കാം, എന്തുകൊണ്ടാക്കാം, വേണമെങ്കിൽ ഓൺലൈനിൽ വിൽക്കുകയും ചെയ്യാം. അവസാനം ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നേരെ പോലീസിന്റെ തലയിലേക്ക്. പോലീസ് ശ്രദ്ധിച്ചില്ല, ആരോഗ്യവകുപ്പ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെയല്ലേ പറയാറുള്ളത്. എന്തായാലും കേസിന്റെ വഴിക്ക് തന്നെ പോട്ടെ. ചന്ദ്രയാകെ വിറയ്ക്കുന്നുണ്ട്. ദൈവമേ, ചെയ്യുന്നത് മനസാക്ഷിക്ക് വിരുദ്ധമാണല്ലോ. ഞങ്ങൾക്കേ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് വരുണിനെയും രാധികയും ഞാൻ കസ്റ്റഡിയിലെടുക്കുവാണ്. ഭാരതി അമ്മ സങ്കടത്തോടെ പറയാം, എന്താ സാറേ ഈ പറയുന്നത്? ഇവരെന്ത് തെറ്റ് ചെയ്തു? ദാണ്ടെ നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന രീതി വെച്ച് ഒന്നുകിൽ ഭക്ഷണം കഴിച്ച ആള്, അല്ലെങ്കിലേ കേസെടുക്കാൻ വന്ന പോലീസ്, ഇനി അതും അല്ലെങ്കിലോ ഇവിടെ അന്വേഷിക്കാൻ വന്ന ആരോഗ്യവകുപ്പ്. ഇവരാരെങ്കിലും ആയിരിക്കും കുറ്റക്കാര്. കളിയാക്കുവാണ് CI, അല്ലാതെ നിങ്ങൾ ആരുമല്ല. എനിക്ക് നിങ്ങളോടൊന്നും തർക്കിച്ച് ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു ഇവരെ രണ്ടിനെയും പിടിച്ച് വണ്ടി കയറ്റി. ഇത് കേട്ടതും ദേവനാരായണനും ദേവകിയും എന്നാണ്ട് വളരെ സങ്കടപ്പെടുക. അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ലെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉണ്ടല്ലോ. ആ ബോധ്യം തന്നെ മാത്രം മതി ഞങ്ങൾക്ക് പുറത്തു വരാൻ എന്നിങ്ങനെ വരുൺ പറയുമ്പോൾ, മോളെ എന്നിങ്ങനെ ദേവനാരായണൻ രാധികയോട് ചോദിക്കുക. സാരമില്ലച്ച, നമ്മളിപ്പോൾ എത്ര പരീക്ഷണങ്ങളിൽ കൂടെയാ കടന്നു പോയിട്ടുള്ളത്. ഇതും അതിന്റെ ഒരു ഭാഗം തന്നെയാ. തിരുമേനി കരഞ്ഞുകൊണ്ട് പറയാം, ദൈവമേ, മനുഷ്യത്വമില്ലാത്ത ഏതോ ഒരുത്തൻ ചെയ്ത തെറ്റിന് എന്റെ മക്കളാണല്ലോ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. ചന്ദ്രികയുടെ മോള് മേഘ അയ്യോ അമ്മയെന്നും പറഞ്ഞ് കരയുവാണ്. അയ്യോ എൻ്റെ ചേച്ചിയെ കൊണ്ടുപോകല്ലേ സാറേ, ചേച്ചി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞ് കരയുവാണ്. എൻ്റെ ഈ ചേച്ചി പാവ. ചന്ദ്രികയോട് പറയാം, അമ്മ പറഞ്ഞു കൊടുക്കമ്മേ ഈ സാറിനോട്, ഈ ചേച്ചി കാരണമല്ലേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പിറന്നാൾ ആഘോഷിച്ചത്. എല്ലാവരെയും അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആളല്ലേ ഈ ചേച്ചി. അമ്മേ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മേ. സാറേ പ്ലീസ് സാർ, എൻ്റെ ചേച്ചിയെ കൊണ്ടുപോകല്ലേ സാറേ, ആ പെണ്ണിനെ പിടിച്ചു മാറ്റി എന്നിങ്ങനെ CI പറയുമ്പോൾ ഒരു പോലീസുകാരി വന്ന് മേഘയെ പിടിക്കുന്നുണ്ട്. മേഘയാണെങ്കിൽ രാധികയെ തന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. അയ്യോ ചേച്ചി പാവവാ, ചേച്ചിയെ കൊണ്ടുപോകല്ലേ സാറേ, ഇങ്ങോട്ട് വാ കൊച്ചെ എന്നും പറഞ്ഞ പോലീസുകാരി മേഘയെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ചന്ദ്രികയ്ക്ക് ആകെ വെപ്രാളം. ചന്ദ്രികയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയും സത്യം മൂടിവെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ ചന്ദ്ര, സാറേ അവരെ കൊണ്ടുപോകല്ലേ. കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറയാം, തെറ്റ് ചെയ്തത് അവരല്ല. ചന്ദ്രിക എന്തായി പറയുന്നത്? ഇവൾ എന്താ പറയാൻ പോകുന്നത്? എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുവാണ്. സാറേ ഞാന്. അത് കണ്ടോണ്ട് CI പറയാം, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെയാ, ഈ മുതലാളിമാർ അറസ്റ്റിലാവുമ്പോഴേ ശമ്പളക്കാർ നടത്തുന്ന ഒരു നാടകമുണ്ട്. എൻ്റെ മുതലാളിയെ കൊണ്ടുപോകരുത്, വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോന്ന്. അയ്യോ ഇതങ്ങനെയല്ല സാറേ, പായസത്തിൽ വിഷം കലർത്തിയത് ഞാനാ. അയ്യോടാ, വന്ന പണി പാളിയോ എന്നുള്ളൊരു വെപ്രാളത്തിൽ CI ഇങ്ങനെ നിൽക്കുക. കാരണം അവരെല്ലാവരുടെ കൂട്ടായിട്ടെടുത്ത തീരുമാനങ്ങളും കള്ളത്തരമാണല്ലോ ഇവിടെ നടന്നത്. വരുണൻ രാധിക എല്ലാവരും വിശ്വസിക്കാനാകാതെ ഇങ്ങനെ ചന്ദ്രികയെ നോക്കി നിൽക്കുക. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? മോളെ, ആ ഫംഗ്ഷൻ നടന്ന വീട്ടിൽ വെച്ചാൽ ഞാൻ അതൊക്കെ ചെയ്തത്. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സാറാ മേഡമാ. ഈർപ്പിച്ച് കെട്ടി വന്നതാണ്ട CIയുടെ കാറ്റ് പോയതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. താണ്ടെ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. CI ചൂടാകുക. അയ്യോ എൻ്റെ സാറേ, ഞാൻ പറഞ്ഞത് സത്യമാ. രാധികയുടെ ആറ്റുവാശ്ശേരി സദ്യ ഇല്ലാതാക്കാൻ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. രാധികയുടെ സഹായക്കാരിയായി ഞാനിവിടെ എത്താൻ പോലും അവരാണ് കാരണക്കാരി. കുറ്റബോധത്തിൽ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറയാം, ഞാൻ സഹായം ചോദിച്ച് വന്നതല്ല, ചതിക്കാൻ വേണ്ടി വന്നതാ. സാറാ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങളെ ഒറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ രാധിക എൻ്റെ മോടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ? ഇന്ന് വരെ ഇല്ലാത്ത സന്തോഷം എൻ്റെ കുഞ്ഞിന് കൊടുത്തില്ലേ? അതിൽ ഞാൻ തോറ്റുപോയി. 2 കൈയെടുത്ത് തൊഴുതുകൊണ്ട് ചന്ദ്രിക പറയുക, എല്ലാവരും എന്നോട് പൊറുക്കണം. അമ്മ കാണിച്ചു വെച്ച കൊടും ക്രൂരതയോർത്ത് മേഘ അവിടെ നിന്ന് പൊട്ടിക്കരയുക. എന്നെക്കൊണ്ട് വേറെ മാർഗമില്ലാതെ ഞാൻ ചെയ്തു പോയതാ. സാറയുടെയും ചന്ദ്രശേഖരൻ്റെയും ബലത്തിൽ അവരുടെ പൈസയൊക്കെ അടിച്ചു മാറ്റാനായിട്ട് വലിയ സന്തോഷത്തോടെ വന്നതായിരുന്നു നമ്മുടെ CI. ഇപ്പോൾ എല്ലാം ചീറ്റിപ്പോയി. നമ്മുടെ വരുൺ ചോദിക്കുക, സാറേ കേട്ടില്ലേ ഈ പറഞ്ഞതൊക്കെ? ഭക്ഷണത്തിൽ വിഷം ചേർത്തു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സാർ ഇത്രയും നേരം കാണിച്ച ആവേശമുണ്ടല്ലോ, അതെ സാറാ മേഡത്തോണ്ട് കാണിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടോ സാറിന്? എവിടുന്ന് ചങ്കൂറ്റം വരാനോ? ഇവനൊക്കെ കൈക്കൂലി മേടിച്ച് ജീവിക്കുന്ന ഇവനാണോ ചങ്കൂറ്റം? സാറിന് ചങ്കൂറ്റം ഉണ്ടാവില്ല. ഇവിടേക്ക് പോലും സാറിനെ വേഷം കെട്ടിച്ച് വിട്ടിരിക്കുന്നത് അവരാണല്ലോ. ഇനി ഇതിനും മേലെ ഞങ്ങളുടെ പേരിൽ സാറിന് കേസെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് എടുത്തോ. അത് പിന്നെ എങ്ങനെ കാണണോ ആ കാണേണ്ട രീതിയിൽ ഞങ്ങളങ്ങ് കണ്ടോളാം.
രാധിക പറയാം, ഒരിക്കൽ നിങ്ങളുടെ ശരീരത്തുനിന്ന് ആ യൂണിഫോം പോയതിൻ്റെ കാരണം അന്വേഷിച്ചാൽ നിങ്ങൾ ഇത്രയും നാളും നടന്നത്. പക്ഷേ തിരിച്ച് സർവീസിൽ കയറിയപ്പോൾ തന്നെ അതിനേക്കാളും വലിയ കൂട്ടുകെട്ടുമായിട്ടാണ് ഇപ്പോൾ സാറ് നടക്കുന്നത്. എന്തിനാ സാറേ ഇത്ര നല്ലൊരു ജോലി നിങ്ങളിങ്ങനെ നാണം കെടുത്തുന്നത്? അത്രയും നേരം നാവാടിക്കൊണ്ടിരുന്ന സിയയുടെ നാവങ്ങ് അടങ്ങിപ്പോയി. ഒന്നും മിണ്ടാൻ വയ്യ. രാധികയുടെ ഭഗവാൻ കൃഷ്ണൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ നിസാര കാര്യത്തിൽ നിന്നുമല്ല ഞങ്ങളിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എല്ലാം എൻ്റെ കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമാണേ. ഇത്രയും ആളുകൾ ഒന്നിച്ചു നിന്ന് എതിർത്തിട്ടും ഒന്നും പറ്റാതെ ഞങ്ങളെ കാക്കുന്നുണ്ടല്ലോ. ഈ ജന്മം മുഴുവൻ ഞങ്ങൾ അവിടുത്തെ അടിമകൾ തന്നെയായിരിക്കും. മുന്നോട്ടുള്ള ഞങ്ങളുടെ വഴികളിലെല്ലാം എൻ്റെ ഭഗവാനെ ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകണേ എന്നൊക്കെ രാധിക മന ഉരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ്. എന്നാലും പരമേശ്വരേട്ട എത്ര കഷ്ടമായിപ്പോയി, എത്ര പാടുപെട്ട അവൾ ആറ്റുവാശ്ശേരി സദ്യ എന്ന പേരുണ്ടാക്കിയെടുത്തത്. അതിപ്പോൾ ഇല്ലാണ്ടായില്ലേ. അതാണ് പത്മിനി ശത്രുക്കളുടെ മിടുക്ക്. ഇവിടുന്ന് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതോടെ അവരവിടെ അവസാനിക്കുമെന്ന് കരുതിയതല്ലേ. പക്ഷെ അവസാനിച്ചില്ല, പകരം തലപ്പൊക്കം കൂടി പിടിച്ചു നിന്നു. ഈ ചതി ആര് ചെയ്തതാണെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ പരമേശ്വരേട്ട. അപ്പോൾ ചന്ദ്രശേഖരനും സാറേ അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രശേഖരൻ ചോദിക്കുന്നു, എന്താ ഏട്ടാ രണ്ടുപേരും വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. അതെന്താ ചന്ദ്രു അങ്ങനെ പറഞ്ഞത്? എപ്പോഴാണ് മോനെയും മോളെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ കഴിയില്ലല്ലോ. മുൻപായിരുന്നെങ്കിൽ കണിമംഗലം പരമേശ്വരൻ വിളിച്ചു പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പോലീസുകാർ കേൾക്കുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴത് ആര് കേൾക്കാന്? ഇപ്പോഴത്തെ കണിമംഗലം പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആരനുസരിക്കാന്? ഇതൊക്കെ കേട്ടാ പത്മിനിക്ക് സഹിക്കുവോ? കളിയാക്കേണ്ട. പരമേശ്വരേട്ടൻ ഉദ്യോഗസ്ഥരോടായാലും മറ്റുള്ളവരോടായാലും എങ്ങനെ പെരുമാറിയിരുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പരമേശ്വരേട്ടന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് പരമേശ്വരേട്ടന്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു നിൽക്കില്ല. കണ്ടോ ചന്ദ്രു, ഇതാണ് എനിക്ക് തറവാട് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അസൂയ. ആൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയാലും നരമ്പിലെ അവസാന തുള്ളി ചോര ഒലിച്ചു പോയാലും തറവാടിനെ പറ്റിയും ഭർത്താവിനെ കുറിച്ചും പറയുമ്പോൾ ഈ കാണിക്കുന്ന ചങ്കൂറ്റം. പരമേശ്വരൻ അത് കേട്ടിട്ട് പറയാ, സാറ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ അത്ഭുതമാണ്. തറവാടിന്റെ രൂപം കണ്ടാൽ ചിലപ്പോൾ തറവാടാണെന്ന് മനസ്സിലാകും. പക്ഷെ തറവാടിത്തം എന്താണെന്ന് തിരിച്ചറിയണമെന്നില്ല. അത് അവള് ചോദിച്ചേരെന്ന് മേടിച്ച അടിയാണ്. ചമ്മി ഇങ്ങനെ ചന്ദ്രുവിനെ നോക്കുവാണ്. ഉടനെ ആ പെങ്കോന്തൻ, ചേട്ടാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സാറയുടെ അപ്രീതി മേടിച്ച് കൂട്ടണ്ട, അത് നന്നാവില്ല. ഞാനേ ആരെയും പ്രീതിപ്പെടുത്താനുമില്ല ബുദ്ധിമുട്ടിക്കാനുമില്ല. ആ മര്യാദയൊക്കെ ഞങ്ങളോട് കാണിക്കുന്നതേ കുറച്ച് നന്നായിരിക്കും എന്നിങ്ങനെ നമ്മുടെ പരമേശ്വരനും പറയുന്നുണ്ട്. ഞങ്ങൾ വേദനിക്കുകയോ മാനസികമായി തകർന്നിരിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നേ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാ. അനിയനോട് പറയുക. അയ്യോ വേണ്ട ചന്ദ്രശേഖര, എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. കേമന്മാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഞാനിതിന്റെ മറുപടി പറഞ്ഞു കൊടുത്തോളാം. പിന്നെ കഥ മാറി മറിഞ്ഞതൊന്നും തമ്പുരാട്ടി അറിഞ്ഞില്ല. ഇപ്പൊ കിട്ടുന്നിനക്കിനി കച്ചേരി. ഭാഗ്യമുള്ള കണ്ണുകളാ എന്റേത്. ഇഷ്ടപ്പെട്ട കാഴ്ചകൾ മാത്രം കാണാനുള്ള ഭാഗ്യമുള്ള കണ്ണുകൾ. അതേടി സാറേ, ഇപ്പൊ നിനക്ക് നല്ല ഇഷ്ടപ്പെട്ട കാഴ്ച തന്നെ കാണാം. ചമ്മി വിളറി നീ വിട്ടതാണ്ടായ CI ഇങ്ങോട്ട് നിന്റെ മുന്നിലോട്ട് വരും. ഈ സമയം ബർത്ത്ഡേ ആഘോഷിച്ച ആ കുഞ്ഞു ഹോസ്പിറ്റലാണല്ലോ. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ അടുത്തിരുന്ന് അവന് ഭക്ഷണമൊക്കെ കൊടുക്കുവാണ്. സിസിലി, നമ്മൾ കൂടുതൽ ആഗ്രഹിച്ച് തെറ്റായിപ്പോയോ എന്ന് തോന്നിക്കാണും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? രാധികയും വരുണും താണ്ട ഹോസ്പിറ്റലിലോട്ട് വന്ന കുഞ്ഞിനെ കാണാൻ. ജോൺസേട്ടാ, ഇപ്പൊ കുഞ്ഞിനെങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഭക്ഷണത്തിൽ വിഷം കലർന്നു എന്നുള്ളത് സത്യമാണ്. അത് ചെയ്ത ആള് കുറ്റമേറ്റു പറയുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ സങ്കടം എന്താണെന്നറിയാവോ? നിങ്ങളെപ്പോലെയുള്ള സാധുക്കളുടെ വീട്ടിൽ അങ്ങനെയൊരു ദുരന്തത്തിന് ഞങ്ങൾ കാരണക്കാരായല്ലോ. ജോൺസൺ പറയോ, അങ്ങനെയൊന്നും പറയണ്ട രാധികെ, ആ ദുരന്തത്തിന് കാരണക്കാരൻ ഞാൻ തന്നെയാ. സത്യത്തിൽ ഈ സാറാമ്മയോടോ ഞങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എവിടെയോ ഒരകന്ന ബന്ധം. അങ്ങനെ കണക്ഷനൊന്നും ഇല്ലാതിരുന്ന ഒരാൾ മോന്റെ പിറന്നാൾ നടത്തിക്കോ, ചെലവ് നടത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടായിരുന്നു. സിസിലി പറയാ, ഞാൻ അപ്പ ചോദിച്ചതാ. അപ്പൊ അച്ചായൻ എന്താ പറഞ്ഞെന്നറിയാവോ? മോന്റെ കാര്യമല്ലേടി, നടന്നോട്ടേടിന്ന്. ജോൺസൺ വരുണോട് പറയാ, അത് കഴിഞ്ഞിട്ട് കണിമംഗലത്തി എന്ന് പരമേശ്വരൻ സാറിനെ ക്ഷണിക്കണമെന്നും എന്നോട് പറഞ്ഞു. അപ്പോഴത്തെ എന്റെ പൊട്ട ബുദ്ധിക്ക് എനിക്കൊന്നും തോന്നിയില്ല. അവരിപ്പോ താമസിക്കുന്ന സ്ഥലത്തല്ലല്ലോ, അതുകൊണ്ടായിരിക്കും വിളിക്കാൻ പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവരെന്നെ ഇങ്ങനെ ചതിക്കാനാണെന്ന് ഞാൻ കരുതിയില്ല. പായസത്തിൽ വിഷം ചേർത്ത ചന്ദ്രിക അവരെ കൊണ്ട് സാറയാണത് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറയുടെ കയ്യിൽ ഇപ്പൊ പണമുണ്ട്. ആ പണം കൊടുത്താൽ കിട്ടുന്ന അധികാരമുണ്ട്. ചിലപ്പോൾ അവർ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടെന്ന് സംസാരിക്കണമല്ലോ. രാധിക പറയാ, സത്യം പറഞ്ഞാൽ അന്തസ്സോടെ ഇപ്പോഴാ നിങ്ങളുടെ മുന്നിലൊന്ന് നിൽക്കാൻ പറ്റിയത്. രാധിക അങ്ങനെ പറഞ്ഞപ്പോൾ ജോൺസൺ പറയാം, പോട്ടെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക. പക്ഷെ എന്റെ മോനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി അവളെ ഞാൻ വെറുതെ വിടില്ല. സിസിലി ഉടനെ പറയാ, മോൻ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവരെ പോയി കാണണം, അവരുടെ കഴുത്ത് വെട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അച്ചായൻ. വേണ്ട ചേട്ടാ, അവരെ തെരഞ്ഞു നടന്ന് ചേട്ടന്റെ ജീവിതം നഷ്ടപ്പെടുത്തണ്ട.
അവർക്കെതിരെ ഇപ്പം നിയമപരമായ അന്വേഷണം നടക്കുന്നുണ്ട്. ചേട്ടൻ സാറയ്ക്കെതിരെ ഒരു പരാതി എഴുതണം. ഞങ്ങളത് ACPക്ക് നേരിട്ട് കൊടുത്തോളാം. എന്ത് ചോദ്യമാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? പരാതി എഴുതി തരണമെന്നോ അതോ ഞാൻ നേരിട്ട് പറഞ്ഞോ? പറ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എവിടേക്കാണെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ. ഇത്തരക്കാരെ വെറുതെ വിട്ടാൽ പറ്റില്ല. ജോൺസൺ ആവേശത്തിലാണ്. എൻ്റെ കുഞ്ഞാണ് സത്യം. ഇതിനു വേണ്ടി ഏത് കോടതിയിൽ പോയി നിൽക്കേണ്ടി വരുന്നോ അവിടെ ഞാൻ വന്ന് ജോൺസൺ നിന്നിരിക്കും. നിങ്ങൾ പരാതി തയ്യാറാക്കിക്കോ. ഉറച്ച മനസ്സോടെ ജോൺസൺ അങ്ങനെ നിൽക്കുവാണ്. സാറ ഇതൊന്നും അറിഞ്ഞില്ല സംഭവങ്ങളൊന്നും. സാറ വലിയ അഹങ്കാരത്തിൽ ഇങ്ങനെ റൂമിൽ നിന്നിങ്ങനെ ഒരുങ്ങുവാണ്. അപ്പോഴാണ് CIയുടെ ഫോൺ. എന്താ CI സാറേ, അപ്രതീക്ഷിതമായ കേസന്വേഷണത്തിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ? പെട്ടുപോയിരിക്കുന്ന നിസ്സാരക്കാരല്ല, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഞാൻ ഇപ്പം തന്നെ രണ്ടുപേരെയും പോയി കണ്ടിരുന്നു മാഡം, വരുണിനെയും രാധികയും. എന്നിട്ട് ACPയുടെ ഇടവും വലവും ചേർന്ന് നടക്കലാണല്ലോ ഇപ്പോൾ വരുണിൻ്റെയും രാധികയുടെയും തൊഴിൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അതൊരു തടസ്സമാണ്. അതുകൊണ്ട് ശരിക്കും അങ്ങ് വിരട്ടി ഞാൻ കുടുംബം തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യുമെന്നും അവർക്കറിയാം. പറഞ്ഞതൊക്കെ ശരി, പക്ഷേ തീർത്തും നിസ്സാരക്കാരായിട്ട് അവരെ കാണരുത്. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോവും. സാറ പറയുക രണ്ടിനുവേ നല്ല മെൻ്റൽ കപ്പാസിറ്റിയാ. അതൊക്കെ എനിക്കറിയാം മാഡം, പണ്ട് മുട്ടിയിട്ടുള്ളതല്ലേ. അത്തരക്കാരെ ആരെയും ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ എൻ്റെ കാര്യം, പണവും സ്വാധീനവും ഉള്ളവരോടെ ഞാൻ എന്നും മനസ്സറിഞ്ഞ് നിന്നിട്ടുണ്ട്. ഇനിയും നിൽക്കും. സർവീസിലോട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തോന്നിയപ്പോൾ എൻ്റെ യൂണിഫോം എടുത്ത് കൈ തന്നിട്ട് ജനങ്ങളെ പോയി സേവിച്ചോ എന്ന് പറഞ്ഞതേ എൻ്റെ സാറാ മേഡവാ. അതിൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ എന്നും കാണിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടായാലും ശരി, അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടായാലും ശരി. അത്രയും പറഞ്ഞപ്പോഴേ സാറ് പറയാം, മതി, അവരെനിക്ക് വല്ലാതെ ശല്യമാകുമ്പോൾ ഞാൻ തന്നെ അവരെ അങ്ങോട്ടങ്ങ് ഏൽപ്പിച്ചോളാം. മേഡത്തിൻ്റെ ആശീർവാദം എനിക്ക് കൂടെ ഉണ്ടായാൽ മതി. ഞാനൊരു കലക്കും. കുറച്ചു കാലം നീണ്ടു നിന്നതിൻ്റെ ആ പരിക്ക് എനിക്ക് അങ്ങനെ അങ്ങ് തീർക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുന്നത് തുടരാൻ. ഓക്കെ സാർ, സാറിൻ്റെ പകയും പ്രതികാരവും ഒക്കെ അങ്ങോട്ട് ഭംഗിയായിട്ട് നടക്കട്ടെ. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞോളാം. അതനുസരിച്ച് സാർ അങ്ങ് പ്രവർത്തിച്ചാൽ മതി. എന്നാൽ ശരി മാഡം, ഓക്കെ. എന്താണ് അവിടെ നടന്ന കഥയുടെ ട്വിസ്റ്റ് ഇവൻ പറയാഞ്ഞത്? ഇനി ഇവിടെ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയിട്ടേ പറയത്തുള്ളൂ. സാറേ ആർക്കോ ഫോൺ ചെയ്യുക. ആറ്റുവാശ്ശേരി സദ്യ എന്നുള്ള പേര് ഇവിടെ വേര് പിടിക്കാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കടയോടെ വെട്ടിക്കളയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടാവില്ലേ? അങ്ങനെ അവൾ വിജയിച്ചു എന്നുള്ള ഭാവത്തിലാണ് തെറ്റിദ്ധരിച്ച് പാവ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുലദ്രോഹി ചന്ദ്രശേഖരനോട് അവൾ പറയാ, എൻ്റെ 1-2 ഫ്രണ്ട്സിനോടേ രാധികയെക്കുറിച്ചും അവളുടെ ആറ്റുവാശ്ശേരി സദ്യയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവളെ ഞാൻ തീർക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അവരെന്നെ കൺഗ്രാജുലേഷൻ പറയാൻ വിളിച്ചതാ. ആ മഹാഭാവി പറയുക, ആറ്റുവാശ്ശേരി സദ്യ നമുക്ക് ദോഷമാകുമെന്ന് സാറ പറഞ്ഞു. അതിന് താൻ ഇങ്ങനൊരു തിരിച്ചടി കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ചന്ദ്രശേഖരൻ അത്രയ്ക്ക് ഫാസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കത് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ചെയ്ത് തീർത്തിരിക്കണം. ഇപ്പം നോക്കിക്കേ, കണിമംഗലം കുടുംബത്തൊന്ന് പുറത്താക്കിയ വരുണും രാധികയ്ക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തി. ആ മാർഗം കൂടി നമ്മളങ്ങ് മുടക്കി. ഇനി കൂട്ടിയൊരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ, ആ 2 കൂടെ ഏതെങ്കിലും മാവിൻ കൊമ്പിൽ കെട്ടിത്തൂങ്ങി ആടുന്നത് നമുക്ക് കാണാം. അത് കേട്ടോണ്ട് വന്ന പത്മിനി നിർത്തടി എന്നൊരലർച്ച സാറയുടെ നേരെ. ഇത്രയ്ക്ക് ക്രൂരത കാണിക്കണോ നിനക്ക് എൻ്റെ മക്കളോട്? ചന്ദ്രശേഖര, നീ ഇതിനും കൂട്ടു നിൽക്കുവാണല്ലേ? നിന്നെ സ്നേഹിച്ചവരല്ലേ അവര്? ഉടനെ ചന്ദ്രശേഖരൻ പറയാം, ചന്ദ്രശേഖരനെ അവർ ഒരുപാട് സ്നേഹിച്ചു എന്നുള്ള ശരിയാ. അവരങ്ങനെ ഒരുപാട് സ്നേഹിച്ച് അവരെന്നെ ജയിലിലാക്കിയ കഥയൊക്കെ ചേട്ടത്തിക്ക് അറിയാമല്ലോ. രമേശനും അത് കേട്ടോണ്ട് അങ്ങോട്ട് വരിക. എടാ, നീ ജയിലിലായെങ്കിലേ അത് നിന്റെ കുറ്റം കൊണ്ടാ. അതിന് വരുണേൻ്റെ അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാറേ ഉടനെ ചോദിക്കോ, അല്ല ഇപ്പൊ എന്താ നിങ്ങളുടെ രണ്ടുപേരെയും പ്രശ്നം? അതെ, എൻ്റെ മക്കളോട് 2 പേരോടും നിങ്ങൾ കാണിച്ച ചതി പൊറുക്കാനാവില്ല. പരമേശ്വരൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കളിയാക്കലോടെ സാറ അപ്പോഴെന്തു ചെയ്യും? ഈ ചതിയന്മാരോടെ നിൽക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് കണിമംഗലം വിട്ടങ്ങ് പുറത്തോട്ട് പോവുമോ നിങ്ങൾ 2 പേരും? ഈ നാട്ടുകാരുടെ മുന്നിലൂടെ കണിമംഗലം നഷ്ടപ്പെട്ട് നാണിച്ച് തലകുനിച്ച് കണിമംഗലം പരമേശ്വരന് നടക്കാൻ പറ്റുമോ? എന്താ നടക്കാൻ പറ്റുമോ? കൂടി വന്നാൽ ഒരു 10 അടി. അതിനു മുമ്പേ ശ്വാസം മുട്ടി വീട് പെടയും നിങ്ങൾ. സാറ പറയുന്നതാണ് വാസ്തവം. സാറ എന്തു ചെയ്യുന്നു, ആരോട് കണക്ക് കൂട്ടുന്നു എന്നൊന്നും ഇവിടെ ആരും ഗവേഷണമൊന്നും നടത്തണ്ട. ചാകുന്നത് വരെ അനുവദിച്ചു തന്ന മുറിയിൽ എന്തെങ്കിലും കഴിച്ച് കഴിയുന്നതാ നിങ്ങൾക്ക് നല്ലത്. വരുണിന്റെയും രാധികയുടെയും ജീവിക്കാനുള്ള വഴി മുടക്കിയാലും ശരി, ജീവൻ തന്നെ ഇല്ലാതാക്കിയാലും ശരി, സാറേ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട.
എടി മോളെ സാറേ, നിന്റെ അഹങ്കാരത്തിലുള്ള തിരിച്ചടി താണ്ട മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. ഒരു പോലീസ് ജീപ്പും കുറെ പോലീസുകാരും നമ്മുടെ വരുണൻ രാധിക എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. താണ്ട നമ്മുടെ ACP അതിൽ നിന്ന് ഇറങ്ങി വരുവാണ്. സാറയ്ക്കെതിരെയുള്ള തെളിവുമായി നമ്മുടെ വരുണൻ രാധികയും താണ്ട ACPയും കുറെ പോലീസുകാരും കൂടെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. സാറയുടെ അഹങ്കാരത്തിനും ആ കുലദ്രോഹി ചന്ദ്രശേഖരനുമുള്ള പണി ഇപ്പോൾ ഉടനെ തന്നെ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. ഇപ്പോൾ നടന്നത് അതാണ്. ഇവളുടെ ഈ അഹങ്കാരം രാധികയും വരുണിനെയും ജയിലിലടയ്ക്കാമെന്ന് വിചാരിച്ചു അവരുടെ ആറ്റുവാശ്ശേരി സദ്യ എന്ന പേര് എന്നേക്കുമായി തുലയ്ക്കാനുമായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. അവളാണ് ഇനി ജയിലിൽ പോകാൻ പോകുന്നതും അവരുടെ ആറ്റുവാശ്ശേരി സദ്യ പണ്ടത്തതിനേക്കാളും പുരോഗതിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് അവർക്കൊരു പബ്ലിസിറ്റി തന്നെ കിട്ടുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.